ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. വാതരോഗങ്ങൾ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഇന്ന് ലോകമൊട്ടാകെയുള്ള ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതിന് ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഹോമിയോപ്പതിയിലും അതിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ മെഡിസിനൽ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് ജനറൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ വാതരോഗങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കരുതാവുന്ന ഒരു ഡയറ്റ് പാറ്റേൺ നോക്കാം. ശരിക്കും ഈ വാതരോഗങ്ങൾ പ്രധാനമായും മേജറായിട്ട് രണ്ട് ഗ്രൂപ്പിലാണ് പറയാവുന്നത്. ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ പെട്ട, അതായത് ശരീരം സ്വന്തം നല്ല കോശങ്ങളെ നശിപ്പിക്കുന്ന അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാതരോഗമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. രണ്ടാമതായിട്ട് ഏജ് റിലേറ്റഡ് ആയിട്ടും അമിത ഭാരം മൂലവും തേയ്മാനം മൂലവുമൊക്കെ വരാവുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് സന്ധിവാതം. ഇതുകൂടാതെ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന അമിതമായ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് കൊണ്ടുണ്ടാകാവുന്ന ഗൗട്ട് പോലെയുള്ള അസുഖങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിലേക്കെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇൻഫ്ലമേറ്ററി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും വരുന്ന രണ്ടെണ്ണം, ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റും, അതായത് പൂരിത കൊഴുപ്പുകളും, അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റുമാണ്. ഇത് രണ്ടും പ്രത്യേകിച്ച് ജോയിൻ്റ് ഇൻഫ്ലമേഷൻസിന് അല്ലെങ്കിൽ നീർക്കെട്ടിന്, ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ജോയിൻറ്റ് സ്പേസിൽ വരുന്നൊരു നീർക്കെട്ട് എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം, അതിനെ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പൂരിത കൊഴുപ്പുകൾ അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് മാക്സിമം ശരീരത്തിലെത്തുന്നത് ബട്ടർ, ചീസ്, അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതൊക്കെ പൂരിത കൊഴുപ്പുകൾ കൂടുതലായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ശരിക്ക് വെളിച്ചെണ്ണ മറ്റൊരു സാച്ചുറേറ്റഡ് ഫാറ്റാണ്. പക്ഷേ വെളിച്ചെണ്ണ പൊതുവെ നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനുമെല്ലാം ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ പഠനങ്ങളിലും പറയുന്നത്. അതുകൊണ്ട് മോഡറേറ്റ് അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങളും, അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റും നമ്മുടെ ജനറൽ ഹെൽത്തിനെയും നല്ലതുപോലെ ബാധിക്കുന്നു. LDL ചീത്ത കൊളസ്ട്രോളിന് നല്ലതുപോലെ കൂട്ടുന്നു, നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ HDL എന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു. ശരിക്ക് നമ്മുടെ എന്തൊരു അസുഖം വരുമ്പോഴും അതിന് ഹൃദയത്തിൻ്റെ ഒരു ക്ഷമത അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഹൃദയത്തിന് തകരാറ് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഹെൽത്തിനെ ബാധിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ട്രാൻസ് ഫാറ്റും ഇതുപോലെയുള്ള സാച്ചുറേറ്റഡ് ഫാറ്റും, ഇതിന് നമുക്ക് പൊതുവെ ഇൻഫ്ലമേറ്ററി ഫാറ്റ്സ് എന്ന് തന്നെയാണ് പറയാവുന്നത്. അതിൽപ്പെട്ട മറ്റ് ഭക്ഷണങ്ങളാണ് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ പോപ്കോൺ പോലെയുള്ള, അതെല്ലാം ശരിക്കും ട്രാൻസ് ഫാറ്റ് പോലെ വരാവുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ അമിതമായ കോഫി, ടീ, അതിൻ്റെയൊക്കെ ഉപയോഗം, ഇതൊക്കെ മാക്സിമം കുറയ്ക്കുക. അപ്പോൾ സാച്ചുറേറ്റഡ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഫാറ്റ്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. രണ്ട്, ഷുഗർ, പ്രത്യേകിച്ച് നേരിട്ടുള്ള റിഫൈൻഡ് ഷുഗർ, പഞ്ചസാര ഉൾപ്പെട്ട ഘടകങ്ങളെല്ലാം. ശരിക്ക് ഷുഗർ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ 1 ഗ്രാം പഞ്ചസാര നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 4 കാലറി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പലർക്കും അറിയാവുന്ന കാര്യമാണ്, തടി കൂടുന്നതിൻ്റെ പ്രധാന കാരണം അമിതമായ കാലറി ഇൻടേക്കാണ്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ ചിക്കൻ കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫിഷ് കഴിക്കുന്നത് കൊണ്ടോ എഗ്ഗ് കഴിക്കുന്നതുകൊണ്ടോ അല്ല തടി കൂടുന്നത്. ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന കാലറിയുടെ മൂല്യം അനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നത്. കാരണം അധികമായ കാലറിയൊക്കെ ശരീരം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു, നമ്മുടെ ഭാരം വർദ്ധിക്കുന്നു. അതുകൊണ്ട് റിഫൈൻഡ് ഷുഗർ ഉൾപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും, അതിൽ ശരിക്കും പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജത്തിൻ്റെ അളവും കുറയ്ക്കുന്നത് നല്ലതാണ്. ചോറ്, ചപ്പാത്തി പോലെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ അധികമായ ഈ ഷുഗർ കണ്ടൻറ്റ് കൂടാൻ സാധ്യതയുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നേരിട്ടുള്ള പഞ്ചസാര ഉൾപ്പെട്ട എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും, ഇൻക്ലൂഡിങ് ബ്രെഡ്, റസ്ക്, ബിസ്ക്കറ്റ്, ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് ശീലിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കാതെ ഇരിക്കാൻ സഹായിക്കും. കാരണം എന്തൊരു ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതരോഗം വരുമ്പോഴും അമിത ഭാരം, ശരീരത്തിന് കൂടുതലായിട്ട് ഭാരം താങ്ങേണ്ടി വരുമ്പോൾ തേയ്മാനത്തിനുള്ള ടെൻഡൻസി കൂടുന്നു. അതുകൊണ്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അടുത്തതായി അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ട്സ്, AGEs എന്ന് പേരിലറിയപ്പെടുന്ന, ഇതെല്ലാം വീണ്ടും നമ്മൾ കോമൺ ആയിട്ട് പലപ്പോഴും കഴിച്ച് ശീലിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. അതിലും ഇതേപോലെ തന്നെയുള്ള റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സ്, റോസ്റ്റഡ് ആയിട്ടുള്ള വറുത്ത സാധനങ്ങൾ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ പറയുമ്പോൾ ബേക്കറി ഐറ്റംസ് എല്ലാം അതിൽ പെടും. അമിതമായ മീറ്റ് പ്രൊഡക്ട്സ്,
ഇതൊക്കെ തന്നെ AGE എന്ന് പറഞ്ഞാൽ ഏജ്, നമ്മുടെ ഏജിനെ പെട്ടെന്ന് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് AGEs എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ട ഭക്ഷണങ്ങളും നിങ്ങൾ മാക്സിമം ഒഴിവാക്കി ശീലിക്കുക. കാരണം അത് നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ഷൻ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ബേക്കറി ഐറ്റംസോ ജങ്ക് ഫുഡോ പ്രോസസ്ഡ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ തന്നെ ഈ പ്രത്യേകിച്ച് വാതരോഗ സംബന്ധമായ അസുഖങ്ങളുള്ളവർ മാക്സിമം ഒഴിവാക്കി ശീലിക്കുക. ഇതെല്ലാം അടിസ്ഥാനപരമായി ആ ഒരു ജോയിൻറ്റിലെ നീർക്കെട്ടിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ് എന്ന ഒരു ഗ്രൂപ്പ്, ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണോ, ഇതിന് കൃത്യമായ നൈറ്റ് ഷെയ്ഡ്സ് കഴിച്ചതുകൊണ്ട് പ്രശ്നം വരുന്നു എന്ന് നമുക്ക് പറയാനും പറ്റില്ല. എന്നാലും വാദസംബന്ധമായ അധികമായ വേദനയൊക്കെയുള്ള വ്യക്തികൾ നിങ്ങൾക്കൊരു ട്രയൽ എന്ന രീതിയിൽ ഒരു മാസമൊക്കെ ഈ നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ് ഒന്ന് ഒഴിവാക്കി ശീലിച്ച് നോക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രകടമായ വ്യത്യാസങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വെജിറ്റബിൾസ് ചിലപ്പോൾ നിങ്ങളുടെ ജോയിൻ്റ് ആർത്രൈറ്റിസിനെ വർദ്ധിപ്പിക്കുന്നുണ്ടാകാം. അതിൽ നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന 3-4 വസ്തുക്കൾ, ഒന്ന് ടൊമാറ്റോ, പൊട്ടറ്റോ, ക്യാപ്സിക്കം, വഴുതനങ്ങ. ഇത് കൂടാതെ വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ടാകാം. പക്ഷേ കോമൺ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന നൈറ്റ് ഷെയ്ഡ്സ് എന്നുള്ളത് ഈ 4 ഭക്ഷണ വസ്തുക്കളാണ് അല്ലെങ്കിൽ വെജിറ്റബിൾസാണ്. നിങ്ങൾ ഒരു ട്രയൽ എന്ന രീതിയിൽ ഈ 4 ഭക്ഷണങ്ങൾ ഒരു മാസമെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത് നോക്കൂ. ഗുണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ അത് നിങ്ങളിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ് ഒന്ന് ഒഴിവാക്കി ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. പ്യൂരിൻ എന്നത് ഒരു യൂറിക് ആസിഡ്, അതിൻ്റെ ഒരു മെറ്റബോളിസത്തിൽ വരുന്ന എൻഡ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ആദ്യമേ പറഞ്ഞതുപോലെ ഗൗട്ട് എന്ന ഒരു ജോയിൻ്റ് ആർത്രൈറ്റിസിനെ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് ഗൗട്ട് എന്ന അസുഖം ഉള്ള വ്യക്തികൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് റെഡ് മീറ്റാണ്. ലീൻ മീറ്റ്, നമ്മൾ ഫാറ്റ് മാക്സിമം ഒഴിവാക്കി ഉള്ള മീറ്റാണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല. റെഡ് മീറ്റ്, പ്രത്യേകിച്ച് ബീഫ്, ആട്, ഇതൊക്കെ തന്നെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നട്ട്സ് മാക്സിമം ഒഴിവാക്കുക. ഫാറ്റ് കൂടുതൽ ഉള്ള ടൈപ്പ് ഓഫ് ഫിഷ്, മത്സ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പയറുവർഗ്ഗങ്ങൾ, അധികമായ രീതിയിൽ പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം പറയുമ്പോഴും നിങ്ങളിതെല്ലാം ഒരു ടോട്ടൽ അവോയ്ഡൻസ്, ഇതെല്ലാം ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിന് നല്ല ഘടകങ്ങളുമാണല്ലോ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു അസുഖം വരുന്നവർ മാത്രം അതിൻ്റെ അമിതമായ ഉപയോഗത്തെ ഒന്ന് ക്രമീകരിച്ചാൽ മതി. ഇപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം ചെറിയ രീതിയിൽ ചെറുപയറോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോഴെങ്കിലും നട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റെഡ് മീറ്റ് കഴിവതും ഒഴിവാക്കി ശീലിക്കുന്നതാണ് നല്ലത്. പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വാദസംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗൗട്ടോ അല്ലെങ്കിൽ ആമവാദം പോലെയുള്ള ഒരു അസുഖമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നല്ല ആശ്വാസം തരുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഈ വാദസംബന്ധമായ അസുഖം ഉള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു ഓപ്ഷനാണ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിലിൽ ഉള്ള ഒലിയോകാന്തൾ എന്ന ഒരു ഘടകം ശരിക്കൊരു നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു പെയിൻ കില്ലറിന് സമാനമായി വർക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നു. എന്നാലും നിങ്ങൾക്ക് ഒലീവ് ഓയിൽ കുറച്ചെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഉൾപ്പെടുത്തി നോക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റിന് അത്ര പറ്റുന്ന, പ്രത്യേകിച്ച് കേരള ഫുഡിന് പറ്റുന്ന ഒരു ഓയിലല്ല ഒലീവ് ഓയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സാലഡിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുകയാണെങ്കിൽ അതുപോലെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻസിൽ ഒരു ടോപ്പിംഗ് പോലെ 1-2 സ്പൂണൊക്കെ ഒലീവ് ഓയിൽ ചേർത്ത് അത് ആ രീതിയിൽ കഴിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസം ഈ ഒരു ജോയിൻ്റ് ആർത്രൈറ്റിസിൽ നിന്ന് തീർച്ചയായിട്ടും നൽകും. 2 ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ പ്രധാനമായിട്ടുള്ള 2 ഘടകങ്ങൾ, ഒന്ന് കാൽസ്യവും ഒന്ന് അയണുമാണ്. ഇത് രണ്ടും, കാൽസ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലുകളുടെ ഘടന അതേപോലെ നിലനിർത്തുന്നതിനും ദ്രവിക്കാതിരിക്കുന്നതിനും കാൽസ്യം എപ്പോഴും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കാൽസ്യം സപ്ലിമെൻറ്റ്സ് എന്നുള്ള രീതിയിലും ജനറൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള അയൺ എന്നുള്ള രീതിയിലുമൊക്കെ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മാക്സിമം ഉൾപ്പെടുത്തി ശീലിക്കുക. അതിന് നല്ല ഫൈബറുമുണ്ട്. അടുത്തതായി
വൈറ്റമിൻ ഡിയുടെ ഘടകമാണ്. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ ശരിയായ രീതിയിൽ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ജോയിൻറ്റ് പ്രശ്നങ്ങളുള്ളവർ ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഒട്ടുമിക്ക ഡോക്ടർമാരും വൈറ്റമിൻ ഡി പ്ലസ് കാൽസ്യം ആണ് കൊടുക്കുന്നത്. പക്ഷെ അത് നാച്ചുറലി നിങ്ങൾക്കത് കിട്ടാനുള്ള സോഴ്സ് കുറച്ചെങ്കിലും വെയിൽ കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്വീകരിക്കുക. എല്ലാ ദിവസവും മിനിമം ഒരു 15-20 മിനിറ്റ് റെഗുലറായിട്ട് വെയിൽ കൊള്ളുക. അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് മുട്ട അല്ലെങ്കിൽ മഷ്റൂം അതുപോലെയുള്ള സ്പ്രൗട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസിലൂടെയൊക്കെ കുറച്ചൊക്കെ വൈറ്റമിൻ ഡി കിട്ടാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് വരാതെ നിർബന്ധമായും നോക്കുക. അടുത്തതായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതിലേറ്റവും കൂടുതലായിട്ട് വരുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെയാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സിൽ നെല്ലിക്ക, പേരയ്ക്ക, അതുപോലെ ക്യാപ്സിക്കം അതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ. ക്യാപ്സിക്കം ഞാൻ നേരത്തെ നൈറ്റ് ഷെയ്ഡിൽ പറഞ്ഞു, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. ഇതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇതിനെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നല്ലതുപോലെയുള്ള ഗ്രൂപ്പ് ഭക്ഷണങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതൊക്കെ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഉൾപ്പെടുത്താൻ പറ്റുമോ ആ ഒരു ലെവലിൽ മോഡറേറ്റ് ആയിട്ട് കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാക്സിമം ഉപയോഗിക്കുക. വീണ്ടും ഇത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമ്മുടെ അബ്സോർപ്ഷനെയൊക്കെ മാക്സിമം നല്ലതുപോലെ ത്വരിതപ്പെടുത്തുന്നു. പിന്നെ മറ്റ് ഡെഫിഷ്യൻസി, അതായത് ട്രേസ് മിനറൽസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ബി ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസിൻ്റെയോ ഒക്കെ കുറവ് വരാതെ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കത് മാക്സിമം കിട്ടും. അതുകൊണ്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇത് മാക്സിമം ഉൾപ്പെടുത്തുക. ഇതെല്ലാം കൂടി സംയോജിപ്പിച്ച് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന ഒരു കൺസെപ്റ്റിൽ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒലീവ് ഓയിൽ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലീൻ മീറ്റ്, അതായത് ഫാറ്റ് അധികം ഇല്ലാത്ത മീറ്റ്, ഫിഷ്, എഗ്ഗ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അത്യാവശ്യം നട്ട്സ് ആൻഡ് സീഡ്സ്, പിന്നെ മോഡറേറ്റ് ലെവലിലുള്ള ഡയറി പ്രൊഡക്ട്സ്. ഒന്നുകൂടി പറയാം: ഒലീവ് ഓയിൽ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലീൻ മീറ്റ്, എഗ്ഗ്, ഫിഷ്, കുറച്ച് നട്ട്സ് ആൻഡ് സീഡ്സ്, മോഡറേറ്റ് എമൗണ്ട് ഓഫ് ഡയറി പ്രൊഡക്ട്സ്. ഇത്രയും ഉൾപ്പെടുത്തും. ഞാൻ ഈ പറഞ്ഞതിൽ പ്രധാനമായിട്ടുള്ളത് അതൊക്കെ തന്നെയാണ്. പിന്നെ ടോട്ടലി അവോയ്ഡ് ചെയ്യേണ്ടത് റിഫൈൻഡ് ഷുഗർ, റെഡ് മീറ്റ് ആൻഡ് ആൽക്കഹോൾ. ഇത് മൂന്നും കംപ്ലീറ്റ് കട്ട് ചെയ്യുക. റെഡ് മീറ്റ്, റിഫൈൻഡ് ഷുഗർ ആൻഡ് ആൽക്കഹോൾ. ഈ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിങ്ങളുടെ ഒരു ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂടി കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അമിതമായ ജോയിൻറ്റ് പെയിനിൽ നിന്നും തേയ്മാനത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സസൈസ് എന്നുള്ള രീതിയിൽ ഒരു മോഡറേറ്റ് വാക്കിംഗ് അല്ലെങ്കിൽ മിതമായ സ്വിമ്മിങ്, ഇതെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ ആർത്രൈറ്റിസിൻ്റെ അവസ്ഥയെ അനുസരിച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ അധികം സ്ട്രെസ്സ് കൊടുക്കാതെയുള്ള സൈക്ലിംഗ്, ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ അതും ഈ ഒരു ജോയിൻറ്റ് ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതിന് സഹായിക്കും. അധികമായി സ്റ്റെപ്പ് കയറി ഇറങ്ങുക അതൊന്നും അത്ര നല്ലതായിരിക്കില്ല. കൂടുതലും ലെവൽ ഗ്രൗണ്ടിലൂടെയുള്ള നടത്തം, അതുപോലെ തന്നെ മിതമായ രീതിയിലുള്ള സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസൊക്കെ തന്നെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ജോയിൻറ്റ് അസുഖങ്ങളുള്ള എല്ലാ വ്യക്തികളും ഇത്തരത്തിലുള്ളൊരു ഡയറ്റ് പാറ്റേണും ഈ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസൊക്കെ ഒന്ന് ശീലിച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യാസം കിട്ടും. ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.